ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. നോൺ മെറ്റൽസ്. നമുക്കറിയാം, നമ്മുടെ പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങൾ, എലമെൻസിനെ നമ്മൾ ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ മെറ്റൽസിനൊക്കെ നമ്മൾ പരിചയപ്പെട്ടു, കുറേ മെറ്റലോയിഡ്സിനെ നമുക്കറിയാം. ദെൻ ഇന്ന് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത് നോൺ മെറ്റൽസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് തന്നെ മെറ്റൽസും നോൺ മെറ്റൽസും മെറ്റലോയിഡ്സും ഒക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെറ്റൽസിനെ നമുക്കറിയാം, സോഡിയം, കാൽഷ്യം, അയേൺ, കോപ്പർ, ഗോൾഡ്, അലൂമിനിയം, ഇതൊക്കെ മെറ്റൽസ് ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ദെൻ നോൺ മെറ്റൽസിൽ വരുന്നത് ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ, ക്ലോറിൻ, സൾഫർ എന്നിവയൊക്കെയാണ് നോൺ മെറ്റൽസ്. നോൺ മെറ്റൽസ് എന്ന് പറയുമ്പോൾ മെറ്റൽസ് അല്ലാത്തവയാണ് നമ്മൾ നോൺ മെറ്റൽസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ദെൻ മെറ്റലോയിഡ്സിൽ ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, അഴ്സനിക് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറഞ്ഞു നോൺ മെറ്റൽസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നോൺ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ യൂസസും അതിൻ്റെ പ്രിപ്പറേഷനും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ 5 നോൺ മെറ്റൽസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്: ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ, ക്ലോറിൻ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഹൈഡ്രജനെ പറ്റി ഒന്ന് നോക്കി നോക്കാം. Hydrogen is the most abundant element in the universe. It is the major component in the sun and other stars. Hydrogen is seen in the atmosphere in a very small quantity in free state. Okay. യൂണിവേഴ്സിലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ദെൻ സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിൽ, മറ്റ് സ്റ്റാറിലൊക്കെ ഉള്ള മേജർ കമ്പോണൻറ്റ്, മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. ദെൻ ഹൈഡ്രജൻ വളരെ കുറഞ്ഞ അളവിലാണ് വായുവിൽ ഫ്രീ സ്റ്റേറ്റിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നത് വളരെ കുറഞ്ഞ അളവിലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഹൈഡ്രജൻ്റെ നമുക്കറിയാവുന്ന ഹൈഡ്രജൻ്റെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അറ്റോമിക് നമ്പർ 1 ആണ്, മാസ് നമ്പർ 1 ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 1 ആണ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ് 1 ആണ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് 0 ആണ്. സോലിബിലിറ്റി ഇൻ വാട്ടറിൽ ഹൈഡ്രജൻ സോലിബിൾ അല്ല കേട്ടോ. ഓക്കെ, ദെൻ ഐസോടോപ്പുകൾ നമുക്കറിയാം, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം എന്നിവയാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ. അപ്പോൾ ഈ ഹൈഡ്രജനാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. 0 ന്യൂട്രോൺസ് ഉള്ള ഹൈഡ്രജൻ. ഇവിടെ വരുമ്പോൾ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ 1 ന്യൂട്രോൺ ആണ് വരിക. ഇവിടെ 2 ന്യൂട്രോൺ ആണ് വരിക. 3 - 1 2 ന്യൂട്രോൺസ് വരും. ഓക്കെ, അപ്പം നോർമലായിട്ട് നമ്മൾ പറയുന്ന ഹൈഡ്രജന് 0 ന്യൂട്രോൺസ് ആണ്. ഓക്കെ, മാസ് നമ്പർ 1. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ ദി ലബോറട്ടറി. ലബോറട്ടറികളെ എങ്ങനെയാണ് ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യുന്നത്? അപ്പം അതിനു മുമ്പായിട്ട് ഹൈഡ്രജൻ വാസ് ഡിസ്കവേർഡ് ഇൻ 1766 ബൈ ഹെൻറി കാവൻഡിഷ്, എ ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ്. ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് 1766 ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നത്, ഡിസ്കവർ ചെയ്യുന്നത്. ഹി ഡിസ്ക്രൈബ്ഡ് ഇറ്റ് ആസ് ഇൻഫ്ലേമബിൾ എയർ, കത്തുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന ഒരു എയർ എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം ഈ ഒരു ഹൈഡ്രജനെ ഡിസ്ക്രൈബ് ചെയ്തത്. ദ നെയിം ഹൈഡ്രജൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് ഹൈഡ്രോജീൻസ് വിച്ച് മീൻസ് സംതിങ് ദാറ്റ് പ്രൊഡ്യൂസ് വാട്ടർ. ഹൈഡ്രജൻ എന്ന് പറയുന്ന പേര് വന്നത് ഹൈഡ്രോജീൻസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഈ ഹൈഡ്രോജീൻസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം വരുന്നത് സംതിങ് ദാറ്റ് പ്രൊഡ്യൂസ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തോ ഒരു സാധനം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന പേര് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ലബോറട്ടറികളിൽ ഹൈഡ്രജൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. സാധാരണയായിട്ട് ഒരു മെറ്റൽ ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ആകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റൽ എന്ന് പറയുന്നത് സിങ്കും ആസിഡ് എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. ഓക്കെ, ടേക്ക് 5 ml ഓഫ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്, ആഡ് സം സിങ്ക് ഗ്രാന്യൂൾസ് ഇൻ ടു ഇറ്റ്. ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുന്നു, അതിലേക്ക് നമ്മൾ സിങ്ക് ഇടുന്നു. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട് 5 ml. എന്നാൽ അതിലേക്ക് സിങ്ക് ഗ്രാന്യൂൾസ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് പറയണത് ഇൻസേർട്ട് എ ബേണിംഗ് സ്പ്ലിൻറ്റ് ടു ദി മൗത്ത് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. വാട്ട് ഡു യു ഒബ്സർവ്? ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഈർക്കിളി
എന്ത് ചെയ്യാണ്, ഈ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ വായ ഭാഗത്ത് കാണിക്കാൻ വേണ്ടി പറയണം. എന്താണ് കാണാൻ പറ്റുക? ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഈ ഒരു ബേണിംഗ് സ്പ്ലിൻറ്റ് ബേൺ വിത്ത് എ പോപ്പ് സൗണ്ട്. ഒരു ടോ എന്ന് പറയുന്ന സൗണ്ടോട് കൂടി ഈ ഒരു എരിയുന്ന ഒരു തീപ്പെട്ടിക്കുള്ളിയോ അല്ലെങ്കിൽ മാച്ച് സ്റ്റിക്കോ അല്ലെങ്കിൽ ഈർക്കിളിയോ എന്തായാലും മതി. അപ്പം അത് ടോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് നടന്നത്? Zn plus 2HCl gives ZnCl2 plus H2. ഓക്കെ, സിങ്ക് പ്ലസ് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടിയിട്ട് ZnCl2 സിങ്ക് ക്ലോറൈഡും പ്ലസ് H2 ഹൈഡ്രജൻ വാതകം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഹൈഡ്രജൻ വാതകം എന്ത് ചെയ്തു? മുകളിലേക്ക് ഉയർന്ന് ഈ ഒരു ബേണിംഗ് സ്പ്ലിൻറ്റിൽ എത്തിയപ്പോഴാണ് എന്ത് ചെയ്തത്? ഈ ഹൈഡ്രജൻ പോപ്പ് സൗണ്ടോട് കൂടി കത്തുകയാണ് ചെയ്തത്. ഓക്കെ, ദെൻ അപ്പോൾ ലബോറട്ടറിയിൽ ഇങ്ങനെയാണ് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത്. ഹൈഡ്രജൻ ഈസ് ഇൻഡസ്ട്രിയലി പ്രിപ്പയർഡ് ബൈ ദി ഇലക്ട്രോലൈസിസ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ഇലക്ട്രോലൈസിസ് വഴിയായിട്ടാണ് ഇൻഡസ്ട്രിയലി ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യുന്നത്, വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഹൈഡ്രജൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്, നമ്മളിപ്പോൾ അത് ഏത് വാതകമാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ബേണിംഗ് സ്പ്ലിൻറ്റ് വായുഭാഗത്ത് വെക്കുകയാണ് ചെയ്തത്. ഓക്കെ, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഹൈഡ്രജൻ ഇസ് എ കളർലെസ് ആൻഡ് ഓർഡർലെസ് ഗ്യാസ്. ഹൈഡ്രജന് കളറോ മണമോ ഓർഡറും ഇല്ലാത്ത ഗ്യാസാണ് ഹൈഡ്രജൻ. ദെൻ ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ്, വാട്ടറിൽ ഡിസോൾവ് ചെയ്യില്ല. ഓക്കെ, ഡെൻസിറ്റി ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എയർ. എയറിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. ഓക്കെ, ഡെൻസിറ്റി കുറഞ്ഞത് എപ്പോഴും എന്തൊരു മുകളിലേക്ക് ഉയരും അല്ലേ, മുകളിലാണ് നിൽക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ ബലൂണൊക്കെ കണ്ടിട്ടുണ്ട്. എയറിൽ വെച്ച് കഴിഞ്ഞാൽ അത് മുകളിലേക്ക് ഉയരും. ബിക്കോസ് ഹൈഡ്രജൻ എന്താണ്, ലെസ് ഡെൻസിറ്റി ദാൻ എയർ, എയറിനെക്കാട്ടിലും ഡെൻസിറ്റി കുറവാണ്. ഓക്കെ, ദെൻ ഹൈഡ്രജൻ എക്സിസ്റ്റ് ആസ് എ ഡയാറ്റോമിക് മോളിക്യൂൾ. ഹൈഡ്രജൻ എപ്പോഴും ഡയാറ്റോമിക് മോളിക്യൂൾ ആയിട്ടാണ് നിൽക്കുക, ഒറ്റയ്ക്ക് നിൽക്കില്ല, എപ്പോഴും ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ ആയിട്ടാണ് നിൽക്കുക, H2 ആയിട്ട് നിൽക്കും. ഓക്കെ, ദെൻ ഹൈഡ്രജൻ ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. ഹൈഡ്രജൻ ഗ്യാസ് പോപ്പ് സൗണ്ടോട് കൂടി കത്തും എന്നുള്ളതും നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ്റെ 5 പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സം ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ്റെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് നമുക്കറിയാം ഹൈഡ്രജൻ്റെ പ്രധാനപ്പെട്ട ഒരു സംയുക്തമാണ് നമ്മളുടെ വാട്ടർ അല്ലേ, H2O എന്ന് പറയുന്ന ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടുണ്ടായ H2O നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ വെൻ ഹൈഡ്രജൻ ബേൺസ് ഇൻ ഓക്സിജൻ വാട്ടർ ഇസ് ഫോംഡ്. അതായത് ഹൈഡ്രജൻ വായുവിൽ കത്തുന്ന സമയത്താണ് അല്ലെങ്കിൽ വാട്ടർ എന്ത് ചെയ്യുന്നത്, ഫോം ആവുന്നത്. ഹൈഡ്രജൻ വായുവിൽ കത്തുന്ന സമയത്ത് വെള്ളം പ്രൊഡ്യൂസ് ആവുന്നു, വാട്ടർ പ്രൊഡ്യൂസ് ആവുന്നു. ഓക്കെ, ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ, അതിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൈഡ്രജൻ വായുവിൽ കത്തുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു മേക്ക് വാട്ടർ, അതിനോട് കൂടെ തന്നെ ഹീറ്റും പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ റിയാക്ഷൻ അതായിരുന്നു, വാട്ടർ ഫോർമേഷൻ. ദെൻ നെക്സ്റ്റ് ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ക്ലോറിൻ ഇൻ ദി പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ഫോംസ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഹൈഡ്രജൻ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, ദെൻ നമ്മൾ പറയുന്നത് യൂസസ് ഓഫ് ഹൈഡ്രജൻ, ഹൈഡ്രജൻ്റെ ഉപയോഗങ്ങൾ. ഓക്കെ, ഫോർ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ ആൻഡ് മെത്തനോൾ. ഓക്കെ, ഇൻഡസ്ട്രിയലി അമോണിയ മീൻസ് നമുക്കറിയാം NH3. ഓക്കെ, അപ്പം NH3 ഉണ്ടാക്കാനും അതുപോലെ തന്നെ അമോണിയയുടെ പ്രൊഡക്ഷനും മെത്തനോൾ CH3OHൻ്റെ പ്രൊഡക്ഷനും വേണ്ടിയിട്ട് നമ്മൾ ഹൈഡ്രജന് യൂസ് ചെയ്യുന്നുണ്ട്. ആസ് എ ഫ്യൂവലായിട്ട് ഹൈഡ്രജന് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് സാച്ചുറേറ്റഡ് ഓയിൽസ് ലൈക്ക് വനസ്പതി. ഓക്കെ, ഡാൽഡ അറിയാം അല്ലേ, നമുക്ക് ഈ ഡാൽഡ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഓയിലാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഓയിലുകൾ, പാം ഓയിൽ, സൺഫ്ലവർ ഓയിലൊക്കെ അൺസാച്ചുറേറ്റഡ് ഓയിലാണ്. ഇങ്ങനെയുള്ള ഓയിലുകളെ സാച്ചുറേറ്റ് ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വനസ്പതി ഉണ്ടാക്കുന്നത്.
ഓക്കെ, അങ്ങനെ സാച്ചുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, സാച്ചുറേറ്റഡ് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രജനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതിന് ഹൈഡ്രജൻ ആണ് ആവശ്യം. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ എന്തിനുപയോഗിക്കുന്നുണ്ട്? സാച്ചുറേറ്റഡ് ഓയിൽ ലൈക്ക് വനസ്പതി പോലുള്ള സാച്ചുറേറ്റഡ് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ആസ് എ റെഡ്യൂസിങ് ഏജൻറ്റ് ടു എക്സ്ട്രാക്ട് മെറ്റൽസ് ഫ്രം മെറ്റൽ ഓക്സൈഡ്. ഓക്കെ, മെറ്റൽ ഓക്സൈഡുകളിൽ നിന്നൊക്കെ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുപയോഗിക്കും? ഹൈഡ്രജൻ ഉപയോഗിക്കും. ഇങ്ങനെ ഒരു മെറ്റൽ ഓക്സൈഡും ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ അവിടെ ഒരു റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് വർക്ക് ആവുകയും H2O ഉണ്ടാവുകയും ചെയ്യും. H2O ഉണ്ടാവും. ദെൻ പ്ലസ് Cu, കോപ്പർ. അപ്പോൾ കോപ്പറിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ. ഓക്കെ, ഒരു ഫ്യൂവൽ എന്ന് പറയുമ്പോൾ അതിന് മെയിനായിട്ട് വരുന്ന ഒരു പോയിൻ്റാണ് കലോറിഫിക് വാല്യൂ. ഓക്കെ, വാട്ട് ഈസ് കലോറിഫിക് വാല്യൂ? The calorific value of a fuel is the heat energy released from the unit mass of the fuel on complete combustion. ഒരു യൂണിറ്റ് മാസ് ഫ്യൂവൽ കംപ്ലീറ്റ് ആയിട്ട് കത്തുന്ന സമയത്ത് അത് റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജീനെയാണ് നമ്മൾ ആ ഒരു ഇന്ധനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫ്യൂവലിൻ്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിടുന്ന സമയത്ത് വിറക് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ചിരട്ട കത്തിച്ച് ഉപയോഗിക്കും. കാരണം ചിരട്ടക്ക് കൂടുതൽ ചൂട് കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, വേറൊരു കാര്യം, നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് വിറക് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ചാർക്കോൾ ഉപയോഗിച്ചിട്ട് കത്തും. ബിക്കോസ് ചാർക്കോൾ കത്തുമ്പോൾ അത് കൂടുതൽ ഹീറ്റ് എനർജി പുറത്തേക്ക് വിടുന്നുണ്ട്. ഓക്കെ, വിറകിനേക്കാളും ഹീറ്റ് എനർജി പുറത്തേക്ക് വിടുന്നത്. ദാറ്റ് മീൻസ് ചാർക്കോളിന് വിറകിനേക്കാളും കലോറിഫിക് വാല്യൂ കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പുറത്ത് വിടുന്ന ഹീറ്റ് എനർജി എത്രയാണോ അതാണ് അതിൻ്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ എന്ന് പറയാൻ, ഇപ്പോൾ ഇവിടെ എന്തുണ്ട്? എനർജി പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു കമ്പഷൻ ഉണ്ട്, ഫ്യൂവൽസ് ഉണ്ട്, കുറേ ഫ്യൂവൽസ് തന്നിട്ടുണ്ട്. ഇവരൊക്കെ കത്തുന്ന സമയത്ത് പുറത്ത് വിടുന്ന എനർജിയും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതായത് കലോറിഫിക് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഓരോ ഫ്യൂവൽസിൻ്റെ കലോറിഫിക് വാല്യൂ മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഹൈഡ്രജൻ ആണ് നല്ല കലോറിഫിക് വാല്യൂ ഉള്ള ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത്. ഏറ്റവും കുറവ് കലോറിഫിക് വാല്യൂ ഉള്ളത് കാർബൺ മോണോക്സൈഡിനാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഇടയിൽ നോക്കിയാൽ നമ്മുടെ പെട്രോൾ വരുന്നുണ്ട്. ഓക്കെ, പെട്രോളിന് 3-ാം സ്ഥാനമാണ് അല്ലേ ഇവിടെ കലോറിഫിക് വാല്യൂവിൽ 48 വരുന്നത്. ഇനി ഡീസൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോളിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ടാണ് വരിക. ഡീസലിന് പെട്രോളിനെക്കാട്ടിലും കലോറിഫിക് വാല്യൂ കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഈ പെട്രോളും ഡീസലൊക്കെ നമ്മൾ വണ്ടിയിൽ ഒഴിച്ചിട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ പുക വരും അല്ലേ, എയറിലേക്ക് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പോലുള്ള അറ്റ്മോസ്ഫിയർ എയറിനെ പൊല്യൂട്ട് ചെയ്യുന്ന സംഗതികളാണ് വരുന്നത്. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷന് കാരണമാകുന്നുണ്ട് ഈ പെട്രോളും ഡീസലൊക്കെ കത്തുന്ന സമയത്ത്. ഓക്കെ, ഇനി ഈ സ്ഥാനത്ത് നമ്മൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ പകരം ഈ ഹൈഡ്രജൻ യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, പെട്രോൾ എടുക്കുന്നതിൻ്റെ 1/3 ഭാഗം എടുത്താൽ തന്നെ അത്രയും ദൂരം നമുക്ക് പോകാൻ പറ്റും, വിലയും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ അങ്ങനെ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പോരാത്തതിന് ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അത് കത്തുന്ന സമയത്ത് ഹൈഡ്രജൻ കത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഹൈഡ്രജൻ വായുവിൽ കത്തുമ്പോൾ വാട്ടറാണ് പ്രൊഡ്യൂസ് ആകുന്നത്. ഈ ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് എടുത്തിട്ട് ഹൈഡ്രജൻ കത്തുന്ന സമയത്ത് പെട്രോൾ ഉപയോഗിക്കുമ്പോൾ പുക വരുന്നിടത്ത് ഹൈഡ്രജൻ യൂസ് ചെയ്യുമ്പോൾ H2O ആണ് വരിക. ഓക്കെ, വാട്ടർ നീരാവിയായിട്ട് അങ്ങനെയാണ് വരിക. അപ്പോൾ അത് എയർ പൊല്യൂഷനും ഉണ്ടാക്കുന്നില്ല. ഓക്കെ, വെൻ ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഹൈഡ്രജൻ ഒരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ദ പോസിബിലിറ്റി ഓഫ് പൊല്യൂഷൻ ഈസ് വെരി ലോ. എയർ പൊല്യൂഷൻ്റെ പോസിബിലിറ്റി വളരെ കുറവാണ്. സിൻസ് വാട്ടർ ഈസ് ദ ഓൺലി പ്രൊഡക്റ്റ് ഫോംഡ്, കാരണം അവിടെ വാട്ടർ മാത്രമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ ഹൈ കലോറിഫിക് വാല്യൂ ഉണ്ട്. പെട്രോള് ഇത്രയും എടുക്കുന്ന സ്ഥാനത്ത് അതിൻ്റെ 1/3 ഭാഗം ഹൈഡ്രജൻ യൂസ് ചെയ്താൽ തന്നെ അത്രയും ദൂരം നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, കാരണം അതിന് ഹൈ കലോറിഫിക് വാല്യൂ ആണ് ഉള്ളത്. ഓക്കെ, ദെൻ അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഫ്യൂവലായിട്ട് നല്ലൊരു സാധ്യതയാണ് അല്ലേ, പക്ഷെ നമ്മളത് യൂസ് ചെയ്യുന്നില്ല.
ഇല്ലല്ലോ. നമ്മൾ ഹൈഡ്രജനെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നില്ല. റോക്കറ്റുകളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? ബട്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഉപയോഗിക്കാത്തത് എന്നാണ് കേട്ടോ. ഹൈഡ്രജൻ ഈസ് എ ഗ്യാസ് ദാറ്റ് ബേൺസ് വിത്ത് ആൻ എക്സ്പ്ലോഷൻ. നമുക്കറിയാം ഹൈഡ്രജൻ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ലബോറട്ടറിയിൽ കുറച്ച് ഹൈഡ്രജൻ വന്നിട്ട് തന്നെ അതെന്ത് ചെയ്തു, ഠോ എന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് പൊട്ടിയത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറേ ഹൈഡ്രജൻ എടുക്കുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, ബേൺസ് വിത്ത് ആൻ എക്സ്പ്ലോഷൻ, ഒരു എക്സ്പ്ലോഷൻ തന്നെ അവിടെ ഉണ്ടാക്കും അല്ലേ. ഹൈഡ്രജൻ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാക്കി കത്തുന്ന ഒരാളാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റോർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഹൈഡ്രജൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈഡ്രജനെ സ്റ്റോർ ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇപ്പോൾ അതിനുള്ള സിസ്റ്റം ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഹൈഡ്രജനെ ഇപ്പോൾ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന നോൺ മെറ്റലിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വേറെ നോൺ മെറ്റലാണ് നമുക്ക് പഠിക്കാം കേട്ടോ.